ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം. കറണ്ട് ഫീലിങ്സ് ആണ് നോക്കുന്നത് കേട്ടോ, ഇന്നത്തെ എനർജിയാണ് നോക്കുന്നത്. ഇവിടെ 8 ഓഫ് കപ്സും 4 ഓഫ് വാൻഡ്സും വന്നിട്ടുണ്ട്. രണ്ട് കാർഡ് ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. 8 ഓഫ് പെൻഡക്കിൾ റിവേഴ്സ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് സോർഡ്സ്, സൺ കാർഡും വന്നിട്ടുണ്ട്, ഹാങ്ഡ് മാനും വന്നിട്ടുണ്ട്. 3 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. പോരെ, രണ്ട് കാർഡ് കൊണ്ട് എടുക്കണോ? നൈറ്റ് ഓഫ് കപ്സ്, ഇതെന്താണ്? ഇതന്നെ വരുന്നത്. ഓക്കെ, 7 ഓഫ് വാൻഡ്സ്. നോക്കാം. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് 8 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ എനർജിയാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ നിന്ന് താൽക്കാലികമായിട്ട് മാറി നിന്നാലോ എന്നാണ്. ഇമോഷൻസിൻ്റെ കപ്സ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയോടുള്ള സ്നേഹത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ താൽക്കാലികമായിട്ട് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് കാർഡ്സ് പറയുന്നത്. വാക്കിംഗ് എവേ എന്നാണ്. ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നിങ്ങൾ മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സ് അത്രയേറെ വേദനിക്കുന്നു എന്നാണ്. ഡിസപ്പോയിൻമെൻ്റ് ആണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ നിങ്ങൾ വേദനിക്കുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ, നോ കോണ്ടാക്ട് എന്ന് പറയുന്നത് നിങ്ങൾ എത്രയേറെ വേദനിപ്പിച്ചിട്ടുണ്ട്. സെൽഫ് ലവ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അത് തന്നെ ചെയ്യാം. സെൽഫ് ലവ് ചെയ്താൽ മാത്രമേ ഇവിടെ തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുള്ളൂ. എല്ലാവരുടെയും എനർജി എന്നല്ല പറയുന്നത്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേരുടെ എനർജിയെ പറയുന്നേ. നിങ്ങൾ അങ്ങോട്ട് തേടി പോവേണ്ട ആവശ്യമില്ല, അവരിങ്ങോട്ട് വരും. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങണം. നമ്മളെ സ്നേഹിക്കുമ്പോഴേ, പ്രണയത്തിൽ നമ്മൾ ആകുമ്പോൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാത്ത സാഹചര്യമുണ്ട്. നമ്മുടെ ഒരു ഇഷ്ടങ്ങൾ നമ്മൾ കാണില്ല, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ കാര്യങ്ങൾ, അതിനാണ് മുൻതൂക്കം കൊടുക്കുക. ഇവിടെ നമ്മളുടെ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്യുമ്പോഴേ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് പേഴ്സണൽ മാറ്റം വരുള്ളൂ. എപ്പോഴും ഒരാളിൽ അവൈലബിളായി നിൽക്കുമ്പോൾ വാല്യൂ തിരിച്ചറിയില്ലാന്നേ. കുറച്ചൊന്ന് മാറി നിൽക്കണം, അപ്പോഴാണ് ആ തിരിച്ചറിവ് വരിക. നമുക്കൊരു വാല്യൂ ഉണ്ട് അല്ലേ? ആ വാല്യൂ നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയുന്ന നിമിഷത്തിലേക്ക് യൂണിവേഴ്സ് അവരെത്തിക്കും. നിങ്ങൾക്ക് എന്താണോ തീരുമാനമെടുക്കുന്നത് ആ കാര്യവുമായിട്ട് മുന്നോട്ട് പോവാം. പ്രപഞ്ചം എന്താണോ പറയുന്നത് ആ കാര്യവുമായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. സ്നേഹമുണ്ടോ ഇല്ല എന്നല്ല പറയുന്നത്. ഇവിടെ ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. ഫെബ്രുവരി 1 കേട്ടോ നെക്സ്റ്റ് ഫുൾ മൂൺ വരുന്നത്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കൂ, ആ ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഇവിടെ അഫർമേഷൻ ചെയ്താൽ നിങ്ങളിലേക്ക് എന്താണ് വരുന്നത്? സെൽഫ് ലവ് ചെയ്താൽ നിങ്ങളിലേക്ക് എന്താണ് വരുന്നത്? 4 ഓഫ് വാൻഡ്സ് എനർജിയാണ്. ഈ ഒരു ബന്ധത്തിൽ സക്സസ് എന്നാണ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാരേജ്, കമ്മിറ്റ്മെൻറ്റ് എന്നൊക്കെയാണ് ഈ കാർഡ് പറയുന്നത്. 4ൻ്റെ എനർജിയാണ്, സക്സസ് എന്നാണ്. ഒരു സെലിബ്രേഷനായിട്ട് തയ്യാറെടുപ്പാണ് കാണിക്കുന്നത്. ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. പൂർണ്ണ വിശ്വാസമാണ് ഇവിടെ ആവശ്യം. അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇന്ന് ഈ റീഡിങ് കാണുന്ന നിമിഷം ഒത്തിരി പേരിൽ മാറ്റം വരുന്നുണ്ട്. യൂണിവേഴ്സായിട്ട് തന്നെ അവർക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ സക്സസ് എന്നാണ് കാർഡ് പറയുന്നത്. ഓക്കെ, വിശ്വാസം ഇവിടെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് 8 ഓഫ് പെൻഡക്കിൾ ആണ്. റിവേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ നിങ്ങളുടെ പേഴ്സണെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ളൊരു പേഴ്സൺ ആണ്. അവരുടെ കരിയറിൽ നല്ല രീതിയിൽ ഏർണിങ്സ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളൊരു പേഴ്സൺ ആണ്. എന്നാൽ
ഇന്നത്തെ എനർജി നോക്കുമ്പോൾ അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് ലോസ് ആയതുപോലെ ഫീൽ ചെയ്യുകയാണ്. സീക്കിങ് ഷോർട്ട് കട്ട് എന്നാണ് പറയുന്നത്. ചില കാര്യങ്ങൾ അവർ ഷോർട്ട് കട്ട് എടുക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇവിടെ ഇന്ന് അവർക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ നടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാവാം അവരെ അലട്ടുന്നത്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നതാവാം. നെക്സ്റ്റ് കാർഡിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. ഇവിടെ നൈറ്റ് ഓഫ് സ്വാർട്സ് എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കാൻ പോകുന്ന ഒരു കാര്യത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങൾ അത്രമേൽ ആഗ്രഹത്തോട് കൂടിയിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു ദിവസം സേവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത പോലും അവർക്കുണ്ട്. അത്രയേറെ ബിസിയാണ് അവരുടെ കരിയറിൽ അത്രയും ബിസിയാണ്. എങ്കിൽ പോലും അവരെന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നല്ല രീതിയിൽ നിന്ന് അവർക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ കാർഡിൽ കിട്ടിയിട്ടുള്ളത് അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുകയാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് അവിടെ നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നത്. എല്ലാം തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഒരു എനർജിയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ക്വിക്കായിട്ട് അവർ ആക്ഷൻ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, മെസ്സേജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവർ അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാർഡ് പറയുന്നത്. ആക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ എനർജിയാണ് കേട്ടോ. സക്സസ് എന്നാണ് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് റീഡിംഗ് കാണുന്ന നിമിഷം നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് സൺ കാർഡ് പറയുന്നത്. യെസ് എന്നാണ്. ഒരു കംപ്ലീഷൻ, നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്ന നിമിഷം, പോസിറ്റീവായിട്ടുള്ള എനർജി, പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ്, ഹാപ്പി ആയിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് വരികയാണ്. യൂണിവേഴ്സിനോട് ട്രസ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിലുണ്ടല്ലോ അനന്ത സാധ്യതകൾ തന്നെയാണ്. ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. ചോദിക്കൂ, നിങ്ങൾ ചോദിക്കൂ. നിങ്ങൾക്കൊരു ഗുഡ് സൈൻ കാണിച്ചു തരണം എന്ന് പറയൂ. യൂണിവേഴ്സ് കാണിച്ചു തരും. സൺ കാർഡ് കിട്ടുന്ന റീഡിങ്സ് വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിങ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അത്രയും നമ്മളിലേക്ക് ബ്ലെസ്സിങ്സ് കൊണ്ടുവരുമ്പോഴാണ്, നമുക്ക് കിട്ടുമ്പോഴാണ് സൺ കാർഡ് വരിക കേട്ടോ. യെസ്, യൂണിവേഴ്സ് കൂടെയുണ്ട്. പ്രപഞ്ചത്തിൽ നിങ്ങൾ സറണ്ടർ ആകുന്നു എന്നാണ് കാർഡ്സ് പറയുന്നത്. പ്രപഞ്ചശക്തിയിൽ നമ്മൾ എന്താണ് നമുക്ക് ആവശ്യം നമ്മളങ്ങോട്ട് സമർപ്പിക്കുക, അത് നേടി തന്നതായിട്ട് കരുതുക. ഏറ്റവും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനാണ്. എൻ്റെ പ്രപഞ്ചശക്തി ഞാൻ ആഗ്രഹിച്ച ഇന്ന കാര്യം എന്നിലേക്ക് സാധിച്ചു തന്നതിന് ഞാൻ താങ്ക് യു പറയുകയാണ്, നന്ദി പറയുകയാണ്. ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. ഇന്നൊരു കാര്യം സാധിച്ചു കിട്ടിയതായിട്ട് സങ്കല്പിക്കുക. എന്താണോ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യം നമുക്ക് നമ്മുടെ കൺമുന്നിൽ അത് സാധിച്ചു കിട്ടി. അപ്പോഴെങ്ങനെയായിരിക്കും നമ്മൾ സന്തോഷിക്കുക? അത്രമേൽ സന്തോഷം വേണം. എന്നിട്ട് എന്താ പറയണ്ടേ? താങ്ക് യു യൂണിവേഴ്സ്, പ്രപഞ്ചമേ നന്ദി, ഞാൻ അത്രയേറെ സന്തോഷിക്കുന്ന നിമിഷമാണ്. ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം എന്നിലേക്ക് സാധിച്ചിട്ടുള്ള ദിവസമാണ്. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് സംഭവിക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും പ്രപഞ്ചം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സിൽ വിശ്വസിക്കുക മാത്രമാണ് ചെയ്യേണ്ട കാര്യം. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്, ഒരു വെയിറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. അവർക്ക് 3 കാര്യങ്ങളുണ്ട്, അവർക്ക് ചുറ്റും 3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ നിങ്ങളെന്ന വാർഡിനെ അവർ മുറുകെ പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മോശം സമയം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരു ബാഡ് കർമ്മം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് മാറിക്കൊണ്ട് തിരിച്ചറിവ് വന്നേക്കാണ് അവർക്ക്. എൻ്റെ പേഴ്സണിലേക്ക് മടങ്ങി പോകണമെന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ദൂരേക്ക് നോക്കി നിൽക്കുന്ന എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജി അവരിലേക്ക് എത്താനായിട്ട്, അതായത് നിങ്ങളെ കാണുവാനായിട്ട്, നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. യെസ്, വെയിറ്റിംഗ് എനർജി നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് അവർക്ക് ഉണ്ടാവുകയാണ്. അത്രയേറെ പ്രണയം തോന്നുകയാണ്. നിങ്ങളാണ് ശരിയെന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് കാണിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള പ്രണയ നിമിഷങ്ങൾ, പാസ്റ്റിലെ ഓർമ്മകൾ അവർക്ക് വരികയാണ്. ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്, നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഒരുപാട് അവർ ഓടി അവർ തളർന്നിരിക്കുന്നു, നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ പോസിറ്റീവ് എനർജി അവരിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു.
ഉറപ്പ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ഉറപ്പാണ്. നിങ്ങൾക്കായിട്ടാണ്, ആ പ്രതീക്ഷയാണ് കാണിക്കുന്നത്. ഇവിടെ 7 of Wands എനർജിയാണ്. ഒരു ചലഞ്ചിനെയാണ് കാർഡ് പറയുന്നത്. ഇന്ന് അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടും അർഹരാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ആ ഒരു സക്സസ് സ്വീകരിക്കാനായിട്ട് നിങ്ങൾ അർഹരാണെന്ന് പറയുന്നു. തിരിച്ചറിവ് വന്നുകൊണ്ട് തന്നെയാണ് അവർ ആക്ഷൻ എടുക്കുന്നത്. അവർ പ്രവർത്തിക്കുകയാണ്, ഒരുങ്ങിയിരിക്കുകയാണ്. അവരിലെ മാറ്റത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ ഇന്ന് അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളും അവരും അകലാനായിട്ട് വ്യക്തികളുണ്ടാവാം. വാക്കുകൾ കേട്ടിട്ടാവാം മാറിപ്പോയിട്ടുണ്ടാവുക. ഇന്ന് ആക്ഷൻ എടുക്കുന്നത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്, അവരുടെ ലൈഫിനെ കണ്ടുകൊണ്ട്, അവരുടെ ഇഷ്ടങ്ങളെ മാനിച്ചുകൊണ്ടാണ്. അപ്പോൾ അവർ തീരുമാനമെടുക്കുന്നത് വളരെയേറെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എഹെഡ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഗുഡ് സയൻസ് കിട്ടും. ഉറപ്പാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. അതിനുള്ള നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ഗുഡ് സൈൻ കിട്ടുന്നുണ്ട്. അവർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യും. ഉറപ്പാണ്. അവരിലെ സെൽഫ് എക്സ്പ്രഷനെയാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു ഷൈൻ, ഒരു പോസിറ്റീവ് എനർജി നിങ്ങളാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് കാർഡ്സ് പറയുന്നത്. ഓക്കെ, choose wisely. Ephemeral. Enchanted Whisper. Karma Waters. Exploring. Awareness. ഹാർമണി. ഒരു കാർഡ് കൂടി എടുക്കാം. എംബ്രേസ് ചേഞ്ച്. ഹാർമണി ഉണ്ട്. ഒത്തിരി പേർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ്, ഒരുമിച്ചുള്ള ജീവിതത്തെയാണ് കാണിക്കുന്നത്. ചൂസ് വൈസ്ലി എന്ന് ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുണ്ട്. കൺസിഡർ ലോങ് ടൈം ഇഷ്യൂസ് before you commit. Wait, compromise, trust. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ തീരുമാനം നിങ്ങളുടെയാണ്. അപ്പോൾ മുന്നുണ്ടായ പ്രശ്നങ്ങൾ പരിഗണിക്കുക അല്ലെങ്കിൽ പരിഹരിക്കുക എന്നാണ് പറയുന്നത്. ഒരു കോംപ്രമൈസിന് അവർ തയ്യാറാണ്. പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അപ്പോൾ കോംപ്രമൈസാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. വിശ്വാസം വേണമെന്നാണ് പറയുന്നത്. വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എന്ത് തന്നെയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. പരിഹരിക്കേണ്ടത് പരിഹരിക്കണമെന്നാണ് പറയുന്നത്. എഫെമറൽ. ഹാവിങ് എ ബ്രീഫ് അഫെയർ ഓർ എ റോക്കി റിലേഷൻഷിപ്പ്. ഹ്രസ്വകാല ബന്ധമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു ബന്ധമായിരുന്നു എന്ന് പറയുന്നു. വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്ന് വളരെ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ഒരു ബന്ധമായിരുന്നു. ഒരു ഷോർട്ട് ടേം റിലേഷൻഷിപ്പ് ആയിരുന്നു. എന്നാൽ നിങ്ങൾക്ക് വളരെയേറെ സന്തോഷം തന്നിട്ടുള്ള ഒരു ബന്ധമായിരുന്നു എന്ന് പറയാണ് അല്ലേ. Enchanted Whisper. Listen to your heart and take a chance on love. കാണുന്നില്ലേ? വാണ്ട് ഡ്രീംസ് പ്രോമിസ് എന്നാണ്. നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേട്ടിട്ടേ പ്രണയത്തിലൊരു അവസരം നേടാനായിട്ട് പറയുകയാണ്. അപ്പോൾ അവസരമാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. പ്രോമിസാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ വണ്ടടിച്ചു പോകുന്നു പറയില്ലേ, അതാണ് കാണിക്കുന്നത്. തിരിച്ചു വരാണ്, യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരാണ്. നോക്കാം എത്ര പേർക്ക് പോസിബിൾ ആവും നോക്കാം. ആവുന്നവർ കമൻറ്റ് ചെയ്യണേ. Karma Waters. Getting rid of upheaval and leaving deep trauma behind.
ക്വൈറ്റ് ടൈംസ് ഫ്ലോവിങ്. ഇപ്പോൾ അടുപ്പിച്ച് 3 ദിവസത്തിൽ നമുക്ക് ഈ ഒരു കാർഡ് കയറി വരുന്നുണ്ട്. ഓക്കെ, പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാനാണ് പറയുന്നത്. നാടകീയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവാൻ പോവുകയാണ് എന്ന് പറയുന്നു. ഇവിടെ സൈലൻ്റ് ആയിട്ടിരിക്കാനാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം അതാണ്. ഒഴുകുന്ന, അതായത് മനസ്സിനെയാണ് ഇവിടെ കാണിക്കുന്നത്, ഒഴുകുന്ന ഒരു കാര്യത്തെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ആരോ ഒരാൾ തകർത്ത് അഭിനയിച്ചിട്ടുണ്ടാവാം, പ്രശ്നങ്ങൾ ഒഴിവാക്കാനാവും. ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടറിഞ്ഞ് നിൽക്കുക, പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുക. ഇനി തിരിച്ചു വരുമ്പോഴേ സൈലൻ്റ് ആയിട്ടിരിക്കേണ്ട സ്ഥലത്ത് സൈലൻ്റ് ആയിട്ടിരിക്കുക. പിന്നെ മുന്നത്തെക്കാളും ക്ലാഷ് വരരുത്. നമുക്ക് ഒരുമിച്ച് പോവല്ലേ വേണ്ടത്, അല്ലേ? എല്ലാം മനസ്സിലാക്കി തിരിച്ചു വരുമ്പോൾ പഴയ കാര്യങ്ങളൊന്നും എടുത്തിട്ടിട്ട് അതിൻ്റെ പ്രശ്നം വീണ്ടും വീണ്ടും വലുതാക്കി കൊണ്ടുവരരുത്. ആദ്യത്തെ കാർഡ് തന്നെ പറഞ്ഞത് എന്താണ്? ഒക്കെ സോൾവ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ മനസ്സ് എക്സ്പ്ലോറിങ് ആണെന്ന് പറയുന്നു. ടെസ്റ്റിംഗ് ദി വാട്ടേഴ്സ് ഓർ സ്റ്റിൽ ലുക്കിംഗ് ഫോർ ദി റൈറ്റ് വൺ. നിങ്ങളിപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇവിടെ നിങ്ങൾ തിരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വെള്ളത്തെ ടെസ്റ്റ് ചെയ്യുന്ന പോലെയാണ് നിങ്ങൾക്കിപ്പോൾ. എന്തിനേയും ഭയമാണ്. നിങ്ങളുടെ ബസ് നിങ്ങളിൽ നിന്ന് പോയപ്പോഴേ ഒരു ചെറിയ ഭയം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അല്ലെങ്കിൽ അടുത്തൊരു പാത, അതായത് പാത്ത്, നിങ്ങൾ അടുത്ത പാത നോക്കുന്നുണ്ട്. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ചിലവരൊക്കെ പറയുന്നുണ്ടാവാം, ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ, ഒരു വട്ടം ഞാൻ നിങ്ങളെ കൊണ്ട് പഠിച്ചതാണ്, നിങ്ങൾ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയപ്പോഴേ ഞാൻ ഒറ്റപ്പെട്ടതാണ്, തനിച്ചായി പോയതാണ്, അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ, ഞാൻ ഒന്ന് നിങ്ങളുടെ എനർജി ട്രൂ ആണോ എന്ന് അറിയട്ടെ. ഓക്കെ, അവയർനെസ്, ഡിസ്ട്രാക്റ്റഡ് ഓർ ഫീലിംഗ് ലൈഫ് വിത്ത് അതർ തിങ്സ്. കാണുന്നുണ്ടോ? ഓക്കെ, ഇവിടെ നിങ്ങളുടെ എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ള ഒരു കാര്യങ്ങൾ അതിൽ എൻഗേജ്ഡ് ആവുകയാണ്. നിങ്ങളുടെ കാര്യങ്ങളാണ് നിങ്ങൾ നോക്കുന്നതെന്ന് പറയുന്നു. അവയർനെസ് ആണ്. ഇവിടെ എന്താണ്? ലുക്ക് ഫോർ ലവ് ഡേറ്റിംഗ്. മനസ്സിൽ പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നു. മനസ്സിൽ അവരോട് ഡേറ്റിങ്ങിനൊക്കെ പോകണം, അല്ലെങ്കിൽ അവർ വരുമ്പോഴൊക്കെ ആ ഒരു സ്നേഹം കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്ലാനിങ് ആട്ടോ പറയുന്നത്. ഹാർമണിയാണ്. ബീങ് ഇൻ ട്യൂൺ വിത്ത് ഈച്ച് അതർ ആൻഡ് ഗെറ്റിംഗ് അലോങ്. അപ്പോൾ ഒരുമിച്ച് നിങ്ങളോട് മുന്നേറാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഹാർമണി എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം ഇണങ്ങി ജീവിക്കാനാണ് പറയുന്നത്, ഒത്തുചേരാൻ. പ്രപഞ്ചം തന്നെ അനുഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ്? ഗുഡ് റാപ്പോർട്ട്സ്, ഈസി ഗോയിങ്. കാണുന്നുണ്ടോ? നല്ലൊരു ബന്ധമായിട്ട് യൂണിവേഴ്സ് പറയുകയാണ്. എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ബന്ധമാണെന്ന് പറയുകയാണ്, അല്ലേ? അവരെ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും, നിങ്ങളെ മാനേജ് ചെയ്യാൻ അവർക്കും പറ്റും. ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കുക കേട്ടോ. തിരിച്ചു വരുമ്പോഴേ വലിയ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാണ്ട് പോകണമെങ്കിൽ പരസ്പരം മനസ്സിലാക്കുക. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി തന്നെയാണ് ലൈഫ്, അല്ലേ? അപ്പോൾ പരസ്പരം കൈ കോർത്തുകൊണ്ട് കഴിഞ്ഞു പോയത് കഴിഞ്ഞു, അതിനെ മറക്കാൻ ശ്രമിക്കുക, നല്ലതിനെ സ്വീകരിക്കുക. എല്ലാവർക്കും നല്ല പറയുന്നത്, നിങ്ങളുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ മാത്രം അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഒത്തിരി എനർജീസ് റീഡിങ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ശരികളെ നിങ്ങൾ വിലയിരുത്തുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. നമ്മൾ ഒരു റീഡർ മാത്രമാണ്, എനിക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ കേട്ടോ. നിങ്ങളുടെയാണ് ജീവിതം. എംബ്രേസ് ചേഞ്ച് ത്രൂ ചലഞ്ചസ്, ട്രൂ കണക്ഷൻ ക്യാൻ ഫ്ലോറിഷ്. വെല്ലുവിളി ഉണ്ടെങ്കിൽ യഥാർത്ഥ ബന്ധം വളരുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ യാത്രയെ കാണിക്കുന്നുണ്ട്, ഗ്രോത്ത് എന്നാണ് പറയുന്നത്, ഷിഫ്റ്റ്, ഒരു മാറ്റമാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ബന്ധത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങളിലേക്ക് അതെല്ലാം മാറിക്കൊണ്ട് വളർച്ചയാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ബസ് നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. ഒരു ബന്ധത്തിൽ വളർച്ച പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ട് തിരിച്ചറിവ് വന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു മാറ്റം തന്നെയാണ് ലൈഫിൽ കാണിക്കുന്നത്, ഒരു ഗ്രോത്തിനെയാണ് കാണിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ്. നമുക്ക് റീഡിങ് നിർത്താം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ യെസ് എന്നാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.